മനുഷ്യനെ എല്ലാറ്റിന്റെയും മാനദണ്ഡമാക്കുന്ന ഒരു ദർശനത്തിൽ നിന്നും പ്രകൃതിയെയും അതിലെ ജീവരാശികളുടെയും പാരസ്പര്യത്തിൽ അധിഷ്ഠിതമായ ഒരു ജൈവ ദർശനത്തിലേക്കുള്ള ആന്തരിക പരിണാമം ശ്രീ ശിവപ്രസാദ് മാസ്റ്ററുടെ വ്യക്തിത്വ ഘടനയുടെ സവിശേഷതയായിരുന്നു. അത്തരമൊരു ആന്തരിക പരിണാമ പ്രക്രിയ വ്യവസ്ഥ ചെയ്യപ്പെട്ട ഒരു മനസ്സിനും സാധ്യമാവുമായിരുന്നില്ല. ഓരോ നിമിഷവും ഉണർന്നിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളുമായി ജീവിക്കുകയും അറിവായ അറിവൊക്കെ സ്വാംശീകരിക്കുകയും സ്ഥലകാല അനുഭവങ്ങളുടെ ഉരകലിൽ അവയുടെ മാറ്റിരച്ചു നോക്കുകയും ചെയ്യുന്ന മാനസിക പരിണാമം ക്ഷിപ്രസാധ്യമല്ല. കാലാകാലങ്ങളിൽ മനസ്സിലേക്ക് പെയ്തിറങ്ങിയ ആശയങ്ങളിൽ വ്യവസ്ഥ ചെയ്യപ്പെടാതെ അറിഞ്ഞതിൽ നിന്നും സ്വയം വിമോചിതനാകാൻ അദ്ദേഹത്തിന്റെ മനോഘടനയ്ക്കായി. ഇതെല്ലാവർക്കും എത്തിച്ചേരാവുന്ന മാനസിക തലമല്ല. ചലനാത്മക പ്രപഞ്ചത്തിന്റെ ചടുല താളത്തിനൊപ്പം ലയിച്ചൊഴുകാനും സ്വയം നവീകരിക്കാനും സ്വന്തം മനസ്സിനെ പരുവപ്പെടുത്തിയ സവിശേഷ വ്യക്തിത്വം ശ്രീ ശിവപ്രസാദ് മാഷിന് സ്വന്തമായിരുന്നു. 33 കൊല്ലം അധ്യാപകനായിരുന്ന ഈ ഗുരുവിനെ തേടി ഒരു ബഹുമതിയും എത്തിയിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനമൊന്നും തന്നെ ബഹുമതി ആഗ്രഹിച്ചായിരുന്നില്ല. തന്റെ വീരകൃത്യങ്ങളെല്ലാം എഴുതിക്കൂട്ടി ഒപ്പം രാഷ്ട്രീയ സ്വാധീനവും ചേർത്ത് നേടിയെടുക്കുന്ന അവാർഡുകളെ അദ്ദേഹം നഖശിഖാന്തം എതിർത്തിരുന്നു എന്നതാണ് സത്യം. എല്ലാവർക്കും രാഷ്ട്രീയം അത്യാവശ്യമാണെന്നും രാഷ്ട്രീയം എന്തെന്നറിയാത്ത രാഷ്ട്രീയക്കാരാണ് ഈ നാടിന്റെ ശാപമെന്നും അദ്ദേഹം ക്ലാസുകളിൽ ആവർത്തിച്ചു. 25 വർഷം കഴിഞ്ഞ് ഇവിടെ എന്താണ് സംഭവിക്കുകയെന്നും അത് വരും തലമുറയെ എങ്ങനെ ബാധിക്കുമെന്നും മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വികസനമാണ് നമുക്കാവശ്യം. പ്രകൃതി വിഭവങ്ങളെല്ലാം ഊറ്റിയെടുക്കുന്ന ഇന്നത്തെ അവസ്ഥ മാറണം. മറ്റു ജീവികളുടെ കൂട്ടത്തിൽ ഒരു ജീവി മാത്രമാണ് മനുഷ്യനെന്നുള്ള ബോധം നമ്മിലുണ്ടാവണം. നമുക്ക് മാത്രമായി ഒരിക്കലും ഈ ഭൂമിയിൽ നിലനിൽക്കാൻ സാധ്യമല്ല എന്ന് നാം അറിയണം. പ്രകൃതിക്ക് ആരുടെയും സംരക്ഷണം ആവശ്യമില്ല. അത് സ്വയം സംരക്ഷിതയാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ഇല്ലായ്മ ചെയ്ത് അത് മുന്നോട്ട് പോയിട്ടുണ്ട്. ആയതിനാൽ നമ്മുടെ ഭാവി ഉറപ്പുവരുത്തലാണ് യഥാർത്ഥ പ്രകൃതി സംരക്ഷണം. ഗുരു നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 2 വർഷം തികയുന്നു. അദ്ദേഹത്തിന്റെ ക്ലാസുകളിൽ നിന്ന് ലഭിച്ച അമൂല്യമായ വിജ്ഞാന ശകലങ്ങൾ കൂട്ടിച്ചേർത്ത് തിരിച്ചറിവിന്റെ ആദ്യ ഭാഗം 1ാം ചരമവാർഷിക ദിനത്തിൽ പ്രകാശനം ചെയ്തിരുന്നു. ഭക്ഷണം ആയുധമാക്കി ഒരു ജനതയെ എങ്ങനെ അടിമകളാക്കാം? തിരിച്ചറിവിന്റെ 2ാം ഭാഗമായി ഇതാ ഗുരുപാദങ്ങളിൽ അത്യാദരപൂർവം സമർപ്പിക്കുന്നു. തണുത്ത കുന്തണൽ വീശി പടർന്നു ചുഴന്നു നിൽക്കുന്ന മരത്തിന്റെ തിരുമൂടി ഇതാ തൊഴുന്നേ. നീലകണ്ഠ സ്വാമിയെപ്പോൾ വിഷം താനെ ഭൂജിച്ചിട്ട് പ്രാണവായു തരുന്നു ഇതാ തൊഴുന്നേ. നീലകണ്ഠ സ്വാമിയെപ്പോൾ വിഷം താനെ ഭൂജിച്ചിട്ട് പ്രാണവായു തരുന്നു ഇതാ തൊഴുന്നേ. കനിഞ്ഞു പൂക്കളും തേനും കനിയും നീട്ടി നിൽക്കുന്നേ. നിറഞ്ഞ തൃക്കരങ്ങൾക്കായിതാ തൊഴുന്നേ. മഴവെള്ളക്കുത്തിലമ്മായിടിഞ്ഞൊലിഞ്ഞൊലിക്കാതെ പിടിച്ചു നിർത്തിയും മണ്ണിലുയർന്നിറച്ചും തീക്കെടാത്ത മാതൃത്വത്തിൽ അമ്പലത്തിൽ സുധാവർഷ ധാരയൂറി നിറപ്പിച്ചും കരുതി വെച്ചും എങ്ങളെ കാത്തുകൊള്ളുമാ തൃപ്പദങ്ങൾ തൊട്ടു ഞങ്ങൾ കണ്ണിൽ വെച്ചു കണ്ണുനീരോടിതാ തൊഴുന്നേ. എങ്ങളെ കാത്തുകൊള്ളുമാ തൃപ്പദങ്ങൾ തൊട്ടു ഞങ്ങൾ കണ്ണിൽ വെച്ചു കണ്ണുനീരോടിതാ തൊഴുന്നേ. തണുത്ത പൂന്തണൽ വീശി പടർന്നു ചുഴന്നു നിൽക്കുന്ന മരത്തിന്റെ തിരുമൂടി ഇതാ തൊഴുന്നേ. തണുത്ത പൂന്തണൽ വീശി പടർന്നു ചുഴന്നു നിൽക്കുന്ന മരത്തിന്റെ തിരുമൂടി ഇതാ തൊഴുന്നേ. പ്രിയമുള്ള
ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ. ഇതിൽ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ചരിത്രമുണ്ട്, ഭാവിയുണ്ട്, വർത്തമാനകാലമുണ്ട്, ഫിലോസഫി അഥവാ ദർശനമുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് നമ്മളൊന്നിച്ച് പറയാം. കെമിസ്ട്രിയും ഫിസിക്സും ഉണ്ട്, അല്പസ്വല്പം സോഷ്യോളജിയും ഉണ്ട്, പൊളിറ്റിക്സ് കൂടിയുണ്ട്. മൊത്തം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതിൽ പൊളിറ്റിക്സ് ആണ് വരിക, പാർട്ടി പൊളിറ്റിക്സ് അല്ല. എന്താണ് രാഷ്ട്രീയം എന്നതിൻ്റെ നിർവചനം ശ്രദ്ധിക്കേണ്ടിയിരിക്കും. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്നതല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം ഒരു 10, 20, 25 കൊല്ലം കഴിഞ്ഞാൽ രാഷ്ട്രം എങ്ങനെയിരിക്കും, രാഷ്ട്രം എന്തായിരിക്കും, നമ്മുടെ മക്കൾ എങ്ങനെ ഇരിക്കണം, 10 കൊല്ലം കഴിഞ്ഞാൽ ഇന്ത്യയിലെ കുഞ്ഞുങ്ങൾ എങ്ങനെ ഇരിക്കണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ കാര്യങ്ങളെ കാണണം എന്ന ചിന്ത മുൻകൂട്ടി വരുന്നതാണ് രാഷ്ട്രീയം, രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്ന വാക്കിനർത്ഥം. ഇപ്പോൾ 25 കൊല്ലം കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ ഇരിക്കണം എന്ന കാര്യം, ഇതാണ് അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം. നമ്മളിപ്പോൾ വിട്ടുപോയത് രാഷ്ട്രീയം എന്നുള്ളത് മുഴുവൻ പാർട്ടി പൊളിറ്റിക്സിലേക്ക് മാറിയപ്പോൾ ഇവിടെ രാഷ്ട്രീയം പാടില്ല എന്നൊക്കെ ചർച്ച ചെയ്യുന്ന കണ്ടാൽ ചിരി വരും. അതുകൊണ്ട് രാഷ്ട്രീയം വേണം എന്നാണ് പറയുന്നത്. എല്ലാ സ്ഥലത്തും എന്ത് വേണം? രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം ഇല്ല എന്നുള്ള കുഴപ്പം. രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും രാഷ്ട്രീയമില്ലാതായിപ്പോയി എന്നതാണ് തെറ്റ്. അത് മുഴുവൻ ഇലക്ഷനിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒതുങ്ങിപ്പോയി. അത് അവരെ കുഴപ്പമല്ല, കാലഘട്ടത്തിനനുസരിച്ച് വന്നുപോയതാണ്. ഏതെങ്കിലും പാർട്ടിയെ കുറ്റം പറയാനല്ല. അപ്പോൾ അങ്ങനൊരു പാകപ്പിഴ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പൊളിറ്റിക്സ് കൂടിയാണ് നമ്മൾ പറയുന്നത്. ഇത്തരം പൊളിറ്റിക്സുകൾ എല്ലാ പാർട്ടിയിലും വരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അവർ പാർട്ടി വിട്ടിട്ട് സ്വന്തം പാർട്ടി ഉണ്ടാക്കണം എന്നല്ല. എല്ലാ പാർട്ടിയിലും ഇത്തരം പൊളിറ്റിക്സ് ഉള്ളവർ ഉണ്ടാവുക, എല്ലാ സംഘടനയിലും ഉണ്ടാവുക. അങ്ങനൊരു കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഇത്തരം കാഴ്ചപ്പാടുള്ള എല്ലാം കൂടി ഒരു പാർട്ടി ആയാൽ സംഭവിക്കാൻ വന്നത് മറ്റുള്ളവയെ അഴുകാൻ വിടുക, അതല്ല വേണ്ടതെന്ന് അർത്ഥം. അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒരു 3-4 പുസ്തകത്തിൻ്റെ പേര് ഞാൻ പറയാം. ഇത് എങ്ങനെയായാലും വായിക്കണം. ഒന്നാമത്തത് പുസ്തകം തന്നെ ഫുഡ് വെപ്പൺ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. മലയാളത്തിലില്ല, ഇംഗ്ലീഷിലേ ഉള്ളൂ. എഴുതിയ ആൾ N. ശേഷഗിരി. പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നാഷണൽ ബുക്ക് ട്രസ്റ്റ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പുസ്തക പ്രസാധന വിഭാഗം. ഇത് 70-ന് മുമ്പ് പ്രസിദ്ധീകരിച്ചതാണ്. ഇപ്പോൾ കിട്ടാനില്ല, കോപ്പി കിട്ടാനില്ല. കൊണ്ട് ഫോട്ടോ കോപ്പി എടുക്കേണ്ടി വരും. ഇപ്പോൾ ഗവൺമെൻറ് അച്ചടിക്കുന്നില്ല, മാത്രമല്ല ആർക്കും വായിക്കാനും കൊടുക്കുന്നില്ല. പ്രസിദ്ധമായ ലൈബ്രറിയിൽ നിന്നത് കാണില്ല. 70-ന് മുമ്പുണ്ടായിരുന്ന വായനശാലകളിൽ ഇത് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എടുത്ത് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. കാരണം സായിപ്പിൻ്റെ തന്ത്രങ്ങൾ മുഴുവൻ തുറന്ന് കാണിക്കുന്ന, ഭക്ഷണം എങ്ങനെ ആയുധമാക്കണമെന്ന് കാണിക്കുന്ന ഗവേഷണ ഫലങ്ങൾ വെച്ച് എഴുതിയ പുസ്തകമാണ്. ഇതിൽ ഉദാഹരണമൊന്നുമില്ല, വെറും തിയറിയാണ്. പുസ്തകം വായിച്ചുകൊണ്ടെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല, വളരെ കുറച്ചേ മനസ്സിലാവുള്ളൂ. മനസ്സിലാവണമെങ്കിൽ വർത്തമാന കാലത്തെ സംഭവങ്ങളുമായിട്ട് ഇതിനെ കൂട്ടി അണക്കാൻ കഴിയണം. അവർ ഇയാൾ ഇതൊന്നും ചെയ്തിട്ടില്ല, ഇയാൾ ഇന്ന ഗവേഷണങ്ങൾ നടത്തിയിരിക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ പിന്നെ പറയാം. ഇതാണ് ഒരു പുസ്തകം. രണ്ടാമത്തത് വെതർ വെപ്പൺ, കാലാവസ്ഥയെ ആയുധമാക്കുക. ഇതും എങ്ങനെ സുനാമി ഉണ്ടാക്കാം, എങ്ങനെ ടോർണാഡോ ഉണ്ടാക്കാം, എങ്ങനെ ഹരിക്കെയിൻ ഉണ്ടാക്കാം, ടോർണാഡോയുടെ ഊർജ്ജം എത്രയാണ്, അത് എങ്ങനെ വരും, 10⁻21, 10ൻ്റെ കൂടെ 21 പൂജ്യം ഇട്ടാൽ വരുന്ന സംഖ്യ നമുക്ക് വായിക്കാനൊന്നും കഴിയില്ല. അതിൻ്റെ ഊർജ്ജത്തിൻ്റെയൊക്കെ കണക്കുണ്ട്. അത് ഒരു വലിയ സയൻസാണ്. പിന്നെ എന്താണ് മേഘം, എങ്ങനത്തെ ഒക്കെ മേഘമുണ്ട്, ഇതെങ്ങനെയാണ് മഴയായി പെയ്യുക, മൺസൂൺ റെയിൻ എന്താണ്, സൈക്ലോണിക് റെയിൻ എന്താണ്, തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ചെറിയ പുസ്തകമാണ് ഏത് വെതർ വെപ്പൺ. ഇതിനെങ്ങനെ മാറ്റിമറിക്കാം, എങ്ങനെ മഴ ഇല്ലാണ്ടാക്കാം, എങ്ങനെ മഴ പെയ്യിക്കാം എന്നൊക്കെ ഗവേഷണം നടന്നിട്ടുണ്ട്. എങ്ങനെ സുനാമി ഉണ്ടാക്കാം എന്ന ഗവേഷണം നടന്നിട്ടുണ്ട്. ആ ഗവേഷണ റിപ്പോർട്ടുകളെല്ലാം അടങ്ങുന്നതാണ് ഇതിൻ്റെ അടുത്ത ഭാഗം. ഇതും എഴുതിയത് ശേഷഗിരി തന്നെയാണ്, N. ശേഷഗിരി തന്നെ. ഇയാൾ അമേരിക്കയിൽ റിസർച്ച് നടത്തുന്ന കാലത്ത് 15 കൊല്ലം കഴിഞ്ഞാൽ അമേരിക്ക റിസർച്ച് ചെയ്ത പേപ്പർ മുഴുവൻ തൂക്കി വിൽക്കും. അപ്പോൾ 50കളിൽ, 2ാം ലോകയുദ്ധത്തിന് ശേഷം 50കളിൽ നടന്ന ഗവേഷണത്തിൻ്റെ റിപ്പോർട്ടുകൾ തൂക്കി വിറ്റപ്പോൾ ഇത് വാങ്ങി